കാപ്പ കേസ് പ്രതിയായിട്ടുള്ള തെളിവില്ല, ഒരു നോട്ടീസ് കൊടുത്തിട്ടില്ല. രാഷ്ട്രീയപരമായിട്ട് പല കേസുകളിലും സൂതൻ പ്രതിയായിരിക്കും. അത് രാഷ്ട്രീയ കേസ് എല്ലാവർക്കും ഉണ്ട്. ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് CPM-ന് വേണ്ടി പോലീസ് എടുത്തിട്ടുള്ള ഏറ്റവും വലിയ അനീതിപരമായിട്ടുള്ള കേസിലാണ്. അപ്പോൾ ഇന്നലെ ഇത്രയും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി സൂതനെ പിടിക്കേണ്ട ഒരു കാര്യമില്ല, പോലീസ് വെടിവെക്കേണ്ട കാര്യമില്ല. സുഗതനെപ്പോലൊരു ഒരു ഡൈനാമിക് ഒരു ലീഡറാണ് സൂതൻ. അവിടെ വാഴോട്ടുകോണം വാർഡിൽ BJPക്ക് ജയിക്കാൻ സാഹചര്യം ഇല്ലാത്തൊരു വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി ജയിച്ചു എന്ന് പറയുമ്പോൾ സൂതനാണ്. അവിടെ ജനങ്ങൾ അംഗീകരിക്കില്ലേ? എങ്കിലും ED ഉദ്യോഗസ്ഥന്മാർ ആക്രമിച്ച സമയത്ത് ഈ പറഞ്ഞ SHO അടക്കം ഉണ്ടായിരുന്നല്ലോ, അന്ന് വെടിവെച്ചൂടെ? നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം രാത്രിയാണ് തിരുവനന്തപുരം നഗരസഭയിലെ BJPയുടെ വാർഡ് കൗൺസിലറായ, അതായത് വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ സുഗതനെ വീട് കയറി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാപ്പ കേസിലെ പ്രതിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സുഗതൻ കുടുംബസമേതം വീട്ടിൽ ചെലവഴിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി അറസ്റ്റ് ചെയ്യുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി നിലവിലിപ്പോൾ BJP രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ BJPയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷനായ കരമന ജയൻ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ കാപ്പ കേസ് എന്ന് പറയുകയാണെങ്കിൽ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള തെളിവില്ല, ഒരു നോട്ടീസ് കൊടുത്തിട്ടില്ല. രാഷ്ട്രീയപരമായിട്ട് പല കേസുകളിലും സൂതൻ പ്രതിയായിരിക്കും. അത് രാഷ്ട്രീയ കേസ് എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്കെല്ലാം ഉണ്ട്. സമരങ്ങളുടെ കേസ് മറ്റൊരു കേസിലുണ്ട്, പിന്നെ പട്ടിയൂർക്കാവ് വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ കേസിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു കാപ്പ കേസ് എടുക്കേണ്ട സാഹചര്യമൊന്നുമില്ല. ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് CPM-ന് വേണ്ടി പോലീസ് എടുത്തിട്ടുള്ള ഏറ്റവും വലിയ അനീതിപരമായിട്ടുള്ള കേസിലാണ്. അല്ല കാപ്പ കേസ് എന്നുള്ള ഞങ്ങൾക്കൊന്നും അറിയില്ല, അയാൾക്കും അറിയില്ല. ഈ കാപ്പ കേസ് എന്ന് പറയുന്നതല്ലാതെ കാപ്പ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വേണ്ടേ? ക്ഷേത്രത്തിലുണ്ടായ വെള്ളക്കട ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഗാനമേളയ്ക്ക് ഭക്തിഗാനം പാടിയ ഗാനമേള ടീമിനെതിരെ സിനിമാ ഗാനം പാടണമെന്ന് തർക്കമുണ്ടായി. അത് DYFയുടെ നേതൃത്വത്തിലാണ്. DYFയുടെ ഒരു ആളിൻ്റെ നേതൃത്വത്തിലുണ്ടായ ആക്രമണമാണ്. അതിൽ കൗൺസിലർ എന്ന നിലയിൽ വീട്ടിൽ കുടുംബത്തോടൊപ്പം സിനിമ കണ്ടുകൊണ്ടിരുന്ന സുഗതനെ വിളിക്കുന്നു. സ്വാഭാവികമായിട്ടും സുഗതൻ ഒരു കൗൺസിലറാണ്, ആ ലെവലിൽ പോകുന്നു. പോയ ആ പ്രശ്നം തീർക്കാൻ വേണ്ടി നോക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള ആ ഒരു സംഭവത്തിലാണ് സുഗതനെ മറ്റും 2 RSSകാരെയും പ്രതിയാക്കിയത്, RSS പ്രവർത്തകരെയും പ്രതിയാക്കിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിന് പോയതും ഈ 8-ാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥനും ഹാജരാവണമെന്ന് പറഞ്ഞതും. ഇയാൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് 2 ദിവസം സമയം കൂടെ വേണം എന്ന് ഇന്ന് അത് വാദം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇത്രയും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി സുഗതനെ പിടിക്കേണ്ട ഒരു കാര്യമില്ല, പോലീസ് വെടിവെക്കേണ്ട കാര്യമില്ല. വെടിവെച്ചത് അവരുടെ ചോദിച്ചാലാക്കുള്ളൂ. എന്തിനാണ് വെടിവെച്ചത്? കോമാളിത്തനം കാണിച്ചു. ഞങ്ങൾ അതേ വിചാരിക്കുന്നുള്ളൂ. കോമാളിത്തനം ഈ സിനിമയിലെ കണ്ടില്ലേ? ഈ ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഈ കോമാളിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഈ കോമാളിയായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ SHO തോന്നിവാസം കാണിച്ചതാണ്. കോടതിയിൽ ഹാജരാകാനുള്ള നോട്ടീസ് ലഭിച്ചിരുന്നു, ചൂടുപനിയാണ് എന്ന് അറിയിച്ചിരുന്നു. അത് അറിയിച്ചിരുന്നു. ഇന്ന് വാദം വെച്ചിരിക്കുകയാണ്, എക്സ്റ്റൻഷൻ വാങ്ങാൻ വേണ്ടി. അതാണ് സമയം. അത് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് ഇത്രയും ഒരു പ്രകോപനം, ഇത്രയും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കൊള്ളക്കാരനൊന്നുമല്ലല്ലോ സുഗതൻ. കൊള്ള ചെയ്തിട്ട് വന്ന് ഇരിക്കണമല്ലോ, അല്ലെങ്കിൽ ആളെ കൊന്നിട്ട് വന്ന് കിടക്കണമല്ലോ. സുഗതനോട് മാത്രം എന്താണ് ഇത്ര വൈരാഗ്യം? സുഗതൻ്റെ രാഷ്ട്രീയ വളർച്ച. സുഗതനെപ്പോലൊരു ഒരു ഡൈനാമിക് ഒരു ലീഡറാണ് സൂതൻ. അവിടെ വാഴോട്ടുകോണം വാർഡിൽ BJPക്ക് ജയിക്കാൻ സാഹചര്യം ഇല്ലാത്തൊരു വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി ജയിച്ചു എന്ന് പറയുമ്പോൾ സൂതനാണ്. അവിടെ ജനങ്ങൾ അംഗീകരിക്കില്ലേ? പട്ടിയൂർക്കാവ് പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഒരു പൊതുപ്രവർത്തകരാണ് സുഗതൻ. അത് CPM-ൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് തടസ്സമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഭരണത്തിന് ഉപയോഗിച്ചുകൊണ്ട് സുഗതനെ തകർക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ സുഗതൻ്റെ ഭാര്യ ഉൾപ്പെടെ ആശുപത്രിയിലാണ്. സുഗതൻ്റെ ഭാര്യയും സുഗതൻ്റെ ചേട്ടൻ്റെ ഭാര്യയും അടക്കം ആശുപത്രിയിലാണ്. അത് വളരെ ഭീകരമായി ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വനിതാ സെല്ലും മറ്റെല്ലാം നിയമപരമായിട്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. പോലീസുകാർ എല്ലാ കാര്യത്തിലും പരിക്കുണ്ടാകും. ഒരു 4 പേരടങ്ങുന്ന കുടുംബത്തിൽ 5 പേരാണ് ഉള്ളത്. ഒരു 100ഓളം പോലീസുകാർ വന്ന് ആക്രമിച്ച് പോലീസിന് പരിക്കുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? അവിടെ ജനം കൂടി എന്ന് പറഞ്ഞാൽ എവിടെ ജനം കൂടി? 9:30 മണിക്ക് പെട്ടെന്നൊന്ന് ആക്രമിക്കുന്നു, എടുക്കുന്നു, വലിച്ച് വെടിവെക്കുന്നു. അവിടെ ജനം കൂടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ജനങ്ങൾ ആക്രോശിച്ചെടുക്കുന്ന ഒരു ജനക്കൂട്ടത്തിനെതിരെ പോലും വെടിവെക്കാൻ സാധ്യത ഇല്ല, വയ്ക്കാറില്ല.
എങ്കിലും ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ആക്രമിച്ച സമയത്ത് ഈ പറഞ്ഞ SHO അടക്കം ഉണ്ടായിരുന്നല്ലോ, അന്ന് വെടിവെച്ചൂടെ? ഈ മലമുകൾ വിഷയത്തിലടക്കം BJP ആരോപണം ഉന്നയിച്ചത് ഈ SHOയുടെ പേര് തന്നെയാണ്. SHO CPM-ന്റെ ഒരു സഖാവായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി തന്നെയാണ് ആ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള ഈ അന്തരീക്ഷം, ഭീകരാന്തരീക്ഷം. അയാൾ തന്നെയാണ് ഒന്നാം പ്രതി, അയാൾ തന്നെയാണ് പൂർണ്ണ ഉത്തരവാദി. ഞങ്ങൾ പോലീസിനെ മൊത്തം പറയുന്നില്ല. പിന്നെ സുഗതൻ്റെ ഭാര്യയുടെ സാഹചര്യം നിലവിൽ ഇപ്പോൾ എന്താണ്? ആരോഗ്യസ്ഥിതി വളരെ ബുദ്ധിമുട്ടാണ്. മൊത്തം കഴുത്തിരിക്കാൻ വയ്യാത്തൊരു അവസ്ഥയിൽ നിൽക്കുക. താലി പോലീസ് പൊട്ടിച്ചാലും താലിമാലയൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ശക്തമായ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകും. 450ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാണ്. BJPയുടെ വോട്ട് മാത്രമല്ല, അവിടെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് സുഗതം പ്രവർത്തിച്ചതിന് അംഗീകാരം കൊടുത്തതാണ് അവിടുത്തെ BJPക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ, ഒരു പൊതുപ്രവർത്തകനെ ഇങ്ങനെ ആക്രമിച്ച് കീഴടക്കേണ്ട ഒരു കാര്യമില്ല, ആ സാഹചര്യമില്ല. ഇത് ശക്തമായിട്ടുള്ള നിലപാട് സർക്കാർ എടുക്കണം, പോലീസിൻ്റെ ഉദ്യോഗസ്ഥർ എടുക്കണം. ഞങ്ങൾ പോലീസിനെതിരെ മൊത്തത്തിൽ പോലീസിനെതിരെ നിൽക്കുന്നില്ല. ഈ പറയുന്ന ഈ വിപിൻ എന്ന് പറയുന്ന SHO ഇയാൾ ഇരുന്ന എല്ലാ സ്റ്റേഷനിലും നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി, വനിതകളോട് മോശമായി പെരുമാറുന്നു, മേലുദ്യോഗസ്ഥന് പ്രമോഷനുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥനെ കയറി അടിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുത്തിനെ വച്ച് വാഴ്ത്താൻ ഇനി അനുവദിക്കില്ല. ഞങ്ങൾ ശക്തമായി തന്നെ പോകും. ഞങ്ങൾ 4 മാസത്തിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് മുമ്പ് ഞങ്ങൾ കമ്മീഷണർ ഓഫീസ് മാർച്ച് വെച്ചു. ഞങ്ങൾ മര്യാദ വിട്ടൊന്നും ചെയ്തിട്ടില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ പാർട്ടി എന്ന്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഞങ്ങളെ കൗൺസിലർമാരൊക്കെ അതനുസരിച്ചേ പ്രവർത്തിക്കുന്നുള്ളൂ. ഈ വെള്ളക്കടവ് ഉത്സവവുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഇത്രയധികം വലിയ ഭീകരത ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വർഗീയ കലാപമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. വലിയ രാഷ്ട്രീയ വലിയ സംഘർഷങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. മലമുകളിലൊരു വിഷയം ഉണ്ടായി, ആ വിഷയം അവിടെ കെട്ടടങ്ങിയ സമയത്താണ് ഈ വെള്ളക്കടവ്. ഒരു കൗൺസിലറല്ലേ വീട്ടിലിരിക്കുന്ന സമയത്ത് ജനങ്ങൾ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ വിളിച്ചാൽ പോകാതിരിക്കാൻ കഴിയുമോ? അത് കൗൺസിലർ എന്നല്ല, ഒരു പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ എന്നെ വിളിച്ചാലും ഞാൻ പോവും. അവിടെ എന്താ പ്രശ്നമെന്ന് അന്വേഷിക്കാൻ പോവും, സ്വാഭാവികമാണ്. അതിന് ഇങ്ങനെ ഇന്നലെ ഇത് വളരെ വ്യക്തമാണ്. ഇത് പോലീസ് വെടിവെക്കേണ്ട ഒരു സാഹചര്യമില്ല. ഇല്ലാത്ത സാഹചര്യത്തിന് സുഗതൻ ഭീകരവാദിയാണ്, BJP ഭീകരവാദികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്. മുൻ MLA-യുടെ ആ ഒരു വട്ടിയൂർക്കാവ് വികസനവുമായി ബന്ധപ്പെട്ട്, ആ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. സുഗതൻ്റെ നേതൃത്വത്തിലാണ് സമരങ്ങൾ നടന്നിട്ടുള്ളത്. വട്ടിയൂർക്കാവ് വികസന സമിതിയുടെ കൺവീനറാണ് സുഗതൻ. ആ വട്ടിയൂർക്കാവ് വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു വ്യക്തിത്വമാണ്. അപ്പം അങ്ങനെയുള്ള സുഗതനെ കാപ്പ കേസ് എന്ന് കഴിഞ്ഞ കുറച്ച് കാലം, കാപ്പ കേസെങ്കിലും സുഗതൻ ഒപ്പിട്ട് വാങ്ങണം, നോട്ടീസ് ഒപ്പിട്ട് വാങ്ങണം. കളക്ടർ ഓർഡർ ഉണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അവർ കാണിക്കട്ടെ. ഇത് വെള്ളക്കടവ് ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണമൊക്കെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. കേസൊക്കെ ആർക്കും എപ്പോഴും വരുമല്ലോ. ആർക്കാ കേസ് വരാത്ത? രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഒരുപാട് കേസുകൾ വരും. മാധ്യമപ്രവർത്തകരുടെ പേരിൽ കേസില്ലേ? നിങ്ങളുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഇടപെട്ടിട്ടില്ലേ? ഇതുപോലെ അനീതിപരമായ പ്രശ്നങ്ങൾ പണ്ട് നേരത്തെ മേയർ പറഞ്ഞില്ലേ, സൂചിപ്പിച്ചില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വന്നില്ലേ? അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ അന്ന് ജില്ലാ പ്രസിഡന്റാണ്. ആ സമയത്ത് റോഡ് ഉപരോധിച്ച് ഞങ്ങൾ കേസ്, അന്ന് മാധ്യമപ്രവർത്തകരുടെ പേരിലും നിങ്ങളുടെ പേരിലും ഞങ്ങളുടെ പേരിലെല്ലാം കേസ് എടുത്ത് ആ കേസ് നിലനിൽക്കുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകരാകുമ്പോൾ കേസുകൾ പ്രതിയാകുക എന്നൊക്കെ സ്വാഭാവികമാണ്. നിരപരാധിയായ സമയത്തൊക്കെ അറിയാത്ത കേസുകൾ പ്രതിയാകും, സ്വാഭാവികമാണ്. പക്ഷേ പോലീസ്, BJP ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, ഭീകരവാദ സംഘടനയല്ല, അവിടെ നിരോധിക്കപ്പെട്ട സംഘടനയല്ല. ഞങ്ങളെ പ്രവർത്തകരെയൊക്കെ ഇങ്ങനെ ആക്രമിക്കാൻ ഒരു സാഹചര്യം മറ്റു സ്ഥലങ്ങളൊന്നുമില്ല. വട്ടിയൂർക്കാവ് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നെന്താ? അത് അന്വേഷിച്ച് നിങ്ങൾ. എന്തായാലും BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ നമ്മളോട് വ്യക്തമാക്കുന്നത്, വാഴോട്ടുകോണം വാർഡിൽ അത് ഒരു CPM-ൻ്റെ കോട്ടയായിരുന്നു. അവിടെ താമര വിരിയിച്ചതാണ് ഇത്തരത്തിൽ സുഗതനോട് കൂടുതൽ വൈരാഗ്യം ഉണ്ടാകാൻ കാരണം. CPM-നും അതുകൂടാതെ CPM-നോട് ചേർന്ന് പോലീസുകാരും ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ സുഗതനോട് വൈരാഗ്യം തീർക്കുകയാണ് എന്നാണ് BJP നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.